CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലവിൽ ഏതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു വാർത്ത എന്നത് ദിമിത്രിയോസ് ഡയമൻഡോക്കോസ് എന്ന ഗ്രീക്ക് സ്ട്രൈക്കറെ കുറിച്ചുമാണ്. ഏതായാലും നിലവിൽ താരത്തിന്റെ ട്രാൻസ്ഫറുമാനുബന്ധിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് KBFC എക്സ്ട്രാ എന്ന ട്വിറ്റർ പേജ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക. നമുക്കറിയാം ഈ ഒരു ISLന്റെ 10ാം സീസൺ കഴിയുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുമായുള്ള ദിമിത്രിയോസ് ഡയമൻഡോക്കോസിന്റെ കോൺട്രാക്ട് അവസാനിക്കുകയാണ് എന്നുള്ളത്. പക്ഷേ നിലവിൽ ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാവരും ദിമിത്രിയോസ് ഡയമൻഡോക്കോസ് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ ഇല്ലയോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് FC ദിമിത്രിയോസിന് മുമ്പിൽ വലിയൊരു ഓഫർ തന്നെ വെച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷേ ആ ഓഫർ ഒന്നും ഇതുവരെ ദിമിത്രിയോസ് സ്വീകരിച്ചിട്ടില്ല. മറിച്ച് ISLലെ മറ്റു ക്ലബ്ബുകളിൽ നിന്നും വരുന്ന ഓഫറുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് താരമെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവസാനം ഇപ്പോൾ KBFC എക്സ്ട്രാ എന്നൊരു വിശ്വസനീയമായ ട്വിറ്റർ പേജ് അഥവാ ഒരു എക്സ് അക്കൗണ്ട് ഒരു ട്വീറ്റ് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ ചില മാധ്യമങ്ങളും ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ISLലെ തന്നെ വമ്പൻ ക്ലബ്ബായ ഈസ്റ്റ് ബംഗാൾ FC ദിമിത്രിയോസിന് ഒരു വമ്പൻ ഓഫർ ആദ്യം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഓഫർ താരം നിരസിച്ചിട്ടുണ്ടായിരുന്നു, അഥവാ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം ഈസ്റ്റ് ബംഗാൾ FC താരത്തിന് വളരെ അധികം ആകർഷണീയമായ ഒരു വമ്പൻ ഓഫറുമായി വീണ്ടും താരത്തിന് മുമ്പിൽ വന്നിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ആ ഒരു ഓഫർ ദിമിത്രിയോസ് ഡയമൻഡോക്കോസ് സ്വീകരിച്ചു എന്നൊക്കെയാണ് നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു റിപ്പോർട്ടിൽ അവസാനം പറയുന്നുണ്ട് താരം ഇതുവരെ ആയിട്ടും ഈസ്റ്റ് ബംഗാളുമായി ആ ഒരു ഓഫറിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നത്. ഏതായാലും നിലവിൽ ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം ഇരു ടീമുകൾ അഥവാ ഈസ്റ്റ് ബംഗാൾ FCയും കൂടാതെ തന്നെ ദിമിത്രിയോസ് ഡയമൻഡോക്കോസുമായി ഏകദേശം ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടി നൽകുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ദിമിത്രിയോസ് ഡയമൻഡോക്കോസിനോടൊപ്പം തന്നെ ഒരാൾ കളിക്കാൻ ഇല്ലാഞ്ഞിട്ട് പോലും താരം ഇത്രയധികം ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ ഒരു സീസണിൽ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഗോൾ അടിക്കുന്ന അഥവാ ഗോൾഡൻ ബൂട്ടിന്റെ റേസിൽ നിലവിൽ 1ാം സ്ഥാനത്തുള്ളതും ദിമിത്രിയോസ് ഡയമൻഡോക്കോസ് തന്നെയാണ്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു അപ്ഡേറ്റ് ചെയ്യുന്നത് മുംബൈ സിറ്റിയുടെ സൂപ്പർ താരമായ പെരേര ഡേസിനെ കുറിച്ചാണ്. നമുക്കറിയാം ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി പെരേര ഡേസ് മുംബൈ സിറ്റി FC വിടുമെന്ന് ഏകദേശം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ ഈസ്റ്റ് ബംഗാൾ FC തന്നെ പെരേര ഡേസിനെയും ടീമിലേക്ക് എത്തിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ദിമിത്രിയോസ് അഥവാ ഈസ്റ്റ് ബംഗാളിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ദിമിത്രിയോസിന് ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ടുകൊണ്ടാണ് പെരേര ഡേസിനെ ഈസ്റ്റ് ബംഗാൾ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ദിമിത്രിയോസ് ഏതാണ്ട് ഈസ്റ്റ് ബംഗാളിലേക്ക് പോകും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പെരേര ഡേസിന് വലിയൊരു ഓഫർ സമർപ്പിച്ചിരിക്കുകയാണ് മുഹമ്മദൻ സ്പോർട്ടിംഗ് എന്നൊരു ക്ലബ്ബ്. ഏതായാലും നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടി മികച്ച രീതിയിൽ തന്നെ ഒരു കളിച്ചൊരു താരമായിരുന്നു പെരേര ഡേസ് എന്ന സൂപ്പർ താരം. ഏതായാലും ദിമിത്രിയോസ് ഡയമൻഡോക്കോസ് ഈസ്റ്റ് ബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ പെരേര ഡേസ് ഈസ്റ്റ് ബംഗാളിലേക്ക് പോവുകയില്ല. അഥവാ ഈസ്റ്റ് ബംഗാളിലേക്ക് ദിമിത്രിയോസ് ഡയമൻഡോക്കോസ് പോവില്ല എങ്കിൽ പെരേര ഡേസിനെ എങ്ങനെയെങ്കിലും ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ഏതായാലും ഇന്നത്തെ ഈ 2 അപ്ഡേറ്റുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.